നമസ്കാരം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2025 സീസൺ ഈ മാസം 22-ന് ആരംഭിക്കാൻ പോവുകയാണ്. ഇത്തവണ മെഗാലയനത്തിന് ശേഷം നടക്കുന്ന ആദ്യ സീസൺ ആയതിനാൽ തന്നെ ആർക്കും മുൻതൂക്കം അവകാശപ്പെടാനില്ല. എല്ലാ ടീമുകളിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പല ടീമിന്റെയും നായകന്മാരടക്കം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ പോരാട്ടം കടുക്കുമെന്ന് ഉറപ്പാണ്. നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിലുള്ള മത്സരത്തോടെയാണ് IPL ആരംഭിക്കുക. മുംബൈ ഇന്ത്യൻസും CSKയും തമ്മിലുള്ള പോരാട്ടത്തിനായുള്ള ആരാധകരുടെ കാത്തിരിപ്പിന് ഇത്തവണ തുടക്കത്തിലെ തന്നെ അവസാനമാകും. 23-ാം തീയതി വൈകിട്ട് നടക്കുന്ന പോരാട്ടത്തിലാണ് കരുത്തരായ മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ചെന്നൈയിലാണ് IPL-ലെ എൽ ക്ലാസിക്കോ പോരാട്ടം നടക്കുന്നത്. രണ്ട് ടീമുകൾക്കും ജയം അഭിമാന പ്രശ്നമായതിനാൽ തന്നെ പോരാട്ടം കടുക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇത്തവണ മുംബൈ ഇന്ത്യൻസിന് ആദ്യ മത്സരം എളുപ്പമാകില്ല. പരിക്ക് മുംബൈക്ക് വലിയ തലവേദനയായിട്ടുണ്ട്. സ്റ്റാർ പേസറായ ജസ്പ്രീത് ബുംറ മുംബൈ ടീമിൽ ഉണ്ടാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. എന്തായാലും മുംബൈ ഇന്ത്യൻസിന്റെ അന്തിമ 11 കളിക്കാനിറങ്ങുന്ന മൈതാനത്തിറങ്ങുന്ന അന്തിമ 11 എങ്ങനെയായിരിക്കും ഈ ഒരു ഘട്ടത്തിൽ നോക്കാം. അവസാന സീസണിലെ സസ്പെൻഷനെ തുടർന്ന് നായകൻ ഹർദിക് പാണ്ഡ്യയ്ക്ക് ആദ്യ മത്സരം നഷ്ടമാവും എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ചെന്നൈക്കെതിരെ മുംബൈയുടെ പ്ലേയിങ് 11 എങ്ങനെയാകുമെന്നാണ് നോക്കേണ്ടത്. ഇത്തവണ രോഹിത് ശർമ്മയ്ക്കൊപ്പം ഓപ്പണറായി പുതിയ താരമാണ് എത്തുന്നത്. കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി രോഹിത് ശർമ്മയും ഇഷാൻ കിഷനും ചേർന്നാണ് മുംബൈക്കായി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുന്നത്. എന്നാൽ ഇഷാനെ മുംബൈ വിട്ടുകളഞ്ഞതിനാൽ തന്നെ പുതിയ ഓപ്പണറെ ടീം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. വിൽ ജാക്സിനെ ഓപ്പണിംഗിലേക്ക് കൊണ്ടുവരാനാണ് സാധ്യത. ഇംഗ്ലണ്ടുകാരനായ വിൽ ജാക്സ് തല്ലി തകർക്കാൻ ശേഷിയുള്ള താരമാണ്. അന്താരാഷ്ട്ര T20-യിലെ താരത്തിന്റെ പ്രകടനം മികച്ചതല്ല. എന്നാൽ BBL-ലടക്കം വെടിക്കെട്ട് പ്രകടനത്തോടെ കസറാൻ വിൽ ജാക്സിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൂട്ടുകെട്ടിൽ മുംബൈ വിശ്വസിച്ചേക്കും. 3-ാം നമ്പറിൽ തിലക് വർമ്മയ്ക്കാണ് അവസരം. ഇടം കെൻ ബാറ്റർ സമീപകാല പ്രകടനങ്ങളെല്ലാം വളരെ മികച്ചതാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 2 സെഞ്ചുറി അടക്കം നേടി മിന്നിക്കാൻ തിലകിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ 3-ാം നമ്പറിൽ തിലക് വർമ്മയെ കളിപ്പിക്കാനാണ് സാധ്യത. 4-ാം നമ്പറിൽ സൂര്യകുമാർ യാദവിനായിരിക്കും സീറ്റ്. കഴിഞ്ഞ സീസണിൽ കുറഞ്ഞ ഓവർ നിരക്കിന്റെ പേരിൽ ഹർദിക് പാണ്ഡ്യയ്ക്ക് വിലക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യ മത്സരത്തിൽ ഹർദിക്കിന് കളിക്കാനാകില്ല. ഹർദിക്കിന്റെ അഭാവത്തിൽ സൂര്യകുമാർ യാദവ് ഇന്ത്യയെ നയിച്ചേക്കും. രോഹിത് ശർമ്മ വീണ്ടും നായകസ്ഥാനം ഏറ്റെടുക്കാൻ സാധ്യതയില്ല, തയ്യാറാവുകയുമില്ല. 5-ാം നമ്പറിൽ രാജ് അങ്കാദ ബാവയെ പരിഗണിച്ചേക്കും. ഓൾറൗണ്ടറായ താരത്തിൽ നിന്ന് മുംബൈയിലെ വലിയ പ്രകടനമാണ് പ്രതീക്ഷിക്കുന്നത്. യുവതാരങ്ങൾക്ക് ആദ്യ മത്സരത്തിൽ തന്നെ അവസരം നൽകാൻ മുംബൈ തയ്യാറായിരിക്കും. യുവതാരമായ റോബിൻ മിൻസ ഒമ്പനടികൾ കൊണ്ട് ഇതിനോടകം തന്നെ എല്ലാവരുടെയും ശ്രദ്ധ നേടിയെടുത്ത താരം കൂടിയാണ്. IPL-ൽ കളിക്കാൻ താരത്തിനായിട്ടില്ല. ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഭാഗമായിരുന്ന താരത്തെ ഫിനിഷർ റോളിലേക്ക് മുംബൈ കൊണ്ടുവന്നേക്കും. 8 ഓവറുകളിൽ അതിവേഗം റൺസ് ഉയർത്താൻ താരത്തിനാകുമെന്ന് തന്നെ കരുതാം. ബോളിംഗ് നിലയിൽ അർജുൻ ടെണ്ടുൽക്കർക്ക് അവസരം ലഭിച്ചേക്കില്ല. ജസ്പ്രീത് ബുംറ പണിക്കിന്റെ പിടിയിലാണ്. മുംബൈക്കൊപ്പം ആദ്യ മത്സരത്തിൽ നാശം ഉണ്ടാക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അങ്ങനെ വന്നാൽ ട്രെന്റ് ബോൾട്ടനും ദീപക് ചഹാറിനുമൊപ്പം ഋഷി ടോപ്പി വന്നേക്കും. 4 വിദേശ താരങ്ങളെ ആദ്യ മത്സരത്തിൽ തന്നെ മുംബൈ കളിപ്പിച്ചേക്കും. സ്പിന്നർമാരായ കരൺ ശർമ്മയെയും മിച്ചൽ സാന്റ്നറെയും കളിപ്പിക്കും. ന്യൂസിലൻഡ് നായകനായ സാന്റ്നർ മികച്ച ഫോമിലാണ്. മുൻ CSK താരം ഇത്തവണ മുംബൈയുടെ തുറുപ്പുചീട്ടായി മാറിയേക്കുമെന്നും അറിയുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം മുംബൈ ഏത് വിധത്തിലായിരിക്കും IPL-ൽ ഇറങ്ങുന്നത്. ജസ്പ്രീത് ബുംറ ഉണ്ടാകുമോ? രോഹിത് ശർമ്മ ക്യാപ്റ്റൻസി തുടരുമോ? ഹർദിക് പാണ്ഡ്യയുടെ തീരുമാനം എന്ത്? അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട്, പല ചോദ്യങ്ങൾ കൊണ്ട് മുംബൈയുടെ കാര്യങ്ങൾ ആശങ്കയിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.